Hello guys, it's me Google TV and welcome back to my channel Cube Type. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ്. പേപ്പർ ക്രാഫ്റ്റ് വേറെ ഒന്നുമല്ല, ഈ ഒരു ബോട്ടാണ് കൊണ്ടത്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ളി പേപ്പർ കൊണ്ടാണ്. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്തിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മടക്കിയ ഈ ക്രോസിൻ്റെ ഹാഫ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒരു ലൈൻ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ കാണാൻ സാധിക്കും. അതുപോലെ അവിടെ ഈ കോർണേഴ്സ് വെച്ചിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ക്രോസിൻ്റെ അവിടെയായിട്ട് നമുക്ക് ആ ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ഹാഫാക്കിയ ലൈൻ, അതൊന്ന് ഉള്ളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ കൈ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മുകളിലത്തെ ഈ ഭാഗം, എന്നിട്ട് ഇത് ഉള്ളിലത്തെ ഈ ലൈൻ കണ്ടില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഈ മുകളിലത്തെ ഭാഗം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് മുഴുവനായിട്ട് തുറക്കേണ്ട, കുറച്ച് ഭാഗം തുറന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ഇപ്പുറത്തേയും സൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് വെച്ചിട്ട് കൈ വയ്ക്കാം. അതിനുശേഷം നേരത്തെ വെച്ച പോലെ തന്നെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ അടിഭാഗം നമുക്ക് ഹാഫായിട്ടാണ് ഇട്ട് മടക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാഫായി മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോർണർ ഭാഗം കണ്ടില്ലേ, അത് നമുക്ക് മുകളിൽ ഇതിൻ്റെ ഈ ലൈൻ കാണാൻ സാധിക്കും. അതിൻ്റെ അവിടെയായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. ഒരു ത്രികോണം ഇപ്പം നമുക്കിത് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡയമണ്ടിൻ്റെ ഒരു ഷേപ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പിൻ്റെ അടിയിലത്തെ ഈ ഒരു മനഭാഗമല്ലേ, അതാണ് നമുക്ക് മുകളിലാക്കി പിടിക്കേണ്ടത്. ഇനി ഇതിൻ്റെ സെൻറ്റർ കാണണം. അപ്പോൾ അതിന് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ടൊന്ന് നമുക്ക് മടക്കാം. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ലൈൻ അറിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണർ സൈഡ് നേരെ താഴത്തോട്ട് രണ്ടെണ്ണം മടക്കുമ്പോൾ ഈ രണ്ടെണ്ണം പിടിച്ചിട്ട് മടക്കണം കേട്ടോ. രണ്ടെണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് അങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ രണ്ടെണ്ണം അങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രികോണ ഭാഗം കണ്ടില്ലേ, അത് നമ്മൾ മുകളിലേക്ക് മടക്കണം. എന്ന് വെച്ചാൽ ഇതിങ്ങനെ മടക്കണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അതേപോലെ തന്നെ മടക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു 2 ഭാഗം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിലത്തെ ഒരു ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഏകദേശം മുഴുവനായിട്ടൊന്നും വേണമെന്നില്ല, ഏകദേശം എടുത്തിട്ട് ഇതുപോലെ കേട്ടോ, ജസ്റ്റ് ഒന്ന് അടിയിലത്തെ മോനെടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. അതേപോലെ ഇത് മടക്കിയ പോലെ തന്നെ അപ്പുറത്തെ സൈഡും ഏകദേശം കൃത്യ അളവ് നോക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തുവരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലെയർ കാണാൻ സാധിക്കും. കണ്ടില്ലേ, 5 ലെയർ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒറ്റ ലെയർ, ഈ 2 നോക്കുകയാണെങ്കിൽ ഒറ്റ ലെയർ, ഈ 2 നോക്കുകയാണെന്ന് വെച്ചാൽ ഒറ്റ ലെയർ. പക്ഷെ നടുക്കിലത്തെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് മടങ്ങിയ ഒരു ലെയറാണ്. നമുക്ക് ഈ മടങ്ങിയ ലെയറിൻ്റെ ഞാൻ ഈ റൈറ്റ് സൈഡിലാണ് ആദ്യം മടക്കുന്നത്. മടങ്ങിയ ലെയർ ഇങ്ങനെ തുറക്കുക, എന്ന് വെച്ചാൽ അതിൻ്റെ ഈ 2 ലെയർ ഇട്ടിട്ട് മടങ്ങിയ ഇത് തുറക്കുക. അതിന് ശേഷം ഇത് നമുക്ക് എടുക്കേണ്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ അടിയിലത്തെ ലൈനുമ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിക്കാം. ഇതുപോലെ അടിയിൽ ആ ലൈനുമ്പോൾ തന്നെ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യുക. അപ്പുറ സൈഡ് അതുപോലെ തന്നെ അപ്പുറ സൈഡും ഈ ലൈനുമ്പോൾ കൈ വെച്ചിട്ട്
തുറക്കുമ്പോൾ ചിലവരുടെ കീറാനും ചിലവർ തെറ്റാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. ജസ്റ്റ് 2-3 പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് റെഡിയായി വന്നോളും. അത് ആദ്യം ചെയ്യുമ്പോൾ എല്ലാവരുടെയും അങ്ങനെ തെറ്റും. അതെല്ലാവരും ചെയ്യുമ്പോൾ എൻ്റെയും തെറ്റിയായിരുന്നു കേട്ടോ അത്. പിന്നെ ചെയ്ത് വന്നപ്പോഴാണ് റെഡി ആയത്. നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും കൂടിയും ഇതൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കണ്ടു നോക്കുക. എന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ അടിഭാഗം കറക്റ്റായി റെഡി ആയിട്ടുണ്ട്. മോൾ ഭാഗത്തെ ബാക്കിലത്തെ സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബോട്ട് നോക്കി കാണാൻ സാധിക്കും ബോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ലുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേ ആ ഭാഗം ഈ ഭാഗവും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ആ ബോട്ടിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗൈസ് കണ്ടില്ലേ നമ്മുടെ അപ്പോൾ ആ ബോട്ടിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഗ്ലാസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ലെയർ കാണാൻ സാധിക്കും. കണ്ടില്ലേ, അത് നമ്മൾ ആദ്യത്തെ ലെയർ എടുത്തിട്ട് പൊന്തിക്കുക. പൊന്തിച്ചതിന് ശേഷം നമുക്ക് അധികമൊന്നും വേണ്ട, ഏകദേശം കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു ബോട്ടാണ്. ഇതിന് ഞാൻ കളറൊക്കെ അടിച്ചൊരു ബോട്ടാണ്. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിന് കളർ അടിക്കാം. വൈറ്റ് പേപ്പറിലാണ് ചെയ്തതെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് കളർഫുൾ ആയിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബോട്ട്. ഇതാണ് കളർ അടിച്ച ബോട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക.